ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ കൊട്ടാരത്തിനുള്ളിൽ അവിടെയുള്ള ആൾക്കാർക്ക് പോലും അറിയാത്ത പല അറകളും അവിടെ ജോലിക്ക് നിന്ന നമുക്കറിയാം. അവിടെ സ്വർണമായും വജ്രമായും പലതും ഇപ്പോഴും ഉണ്ടാകും. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഇന്ന് തന്നെ പോവാം. നീ മുഖേനയാ ഇനി എന്റെ ജീവിതം തെളിയാൻ പോകുന്നത്. ഇനി ഇതിന്റെ കുറവ് കൊണ്ടുള്ള സംശയമൊന്നും വേണ്ട. എന്താ സംശയം എന്ന് വെച്ചാൽ അങ്ങ് തീർക്ക്. തൽക്കാലം ഇത് എന്റെ കയ്യിലിരിക്കട്ടെ, ഞാൻ തിരികെ തരാം. ആയിക്കോട്ടെ. പക്ഷേ ഈ മോതിരം കയ്യിൽ വാങ്ങി വെച്ചിട്ട് കാണാനില്ലെന്ന് മാത്രം പറയരുത്. അല്ല, ഞാൻ റോയൽ ഫാമിലി ആണെന്ന് തെളിയിക്കാൻ ഇത് മാത്രമേ എന്റെ കയ്യിലുള്ളൂ. നിന്റെ ഈ മോതിരം ഒളിപ്പിച്ചു വെച്ച് കള്ളം പറഞ്ഞ് നിന്നെ തിരിച്ചറിയേണ്ട കാര്യം എനിക്കില്ല. എനിക്കതിന്റെ ആവശ്യവും ഇല്ല. പിന്നെ ഇപ്പൊ ഇതെന്തിനാ എന്റെ കയ്യിന്ന് വാങ്ങിയത്? അത് ഞാൻ പറയേണ്ട സമയത്ത് നിന്നോട് പറയാം. ആയിക്കോട്ടെ. എപ്പോഴാന്ന് വെച്ചാ ഇത് തിരികെ തന്നാ മതി. ഞാൻ രാജകുടുംബത്തിലാണെന്ന് ഉറപ്പ് വന്നിട്ട് തന്നാ മതി. ഇവളുടെ നാടകം കളി ഉടനെ പൊളിയും. പൊളിച്ചടുക്കും ഞാൻ. എന്തായാലും ഈ മോതിരത്തിന്റെ രഹസ്യം ഞാനൊന്ന് മനസ്സിലാക്കട്ടെ. നിങ്ങൾ എവിടെ പോയതായിരുന്നു? ഞാനും ഇയാളും കൂടി ജയിലില് ദാസേട്ടനെ ഒന്ന് കാണാൻ പോയതാ. അദ്ദേഹം എന്തോ കൊലപാതക കുറ്റത്തിനല്ലേ ജയിലിൽ പോയത്? അവിടെ പോയ കാര്യം വല്ലതും മാഡം അറിഞ്ഞ അതോട് തീരുവെല്ലാം. അന്ന് ക്ഷേത്രത്തിൽ വെച്ചുണ്ടായ സംഭവങ്ങളൊക്കെ എന്നോട് നിങ്ങൾ പറഞ്ഞതായിരുന്നല്ലോ. ഇപ്പോ നിങ്ങൾ അയാളെ കാണാനാണ് പോയതെന്ന് രമാമ്മയോട് അറിഞ്ഞ ആകെ പ്രശ്നമാവും. അദ്ദേഹം കുറ്റമൊന്നും ചെയ്തിട്ടില്ല ചന്ദ്രമ്മ. ഇത് കള്ളക്കേസാ. അതാ പോയൊന്ന് കാണാന്ന് കരുതിയെ. അല്ല, അദ്ദേഹം കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്നും ഇത് കള്ളക്കേസാണെന്നും ചിന്നൂന് എങ്ങനെ അറിയാം? നേരത്തെ നിനക്ക് പരിചയമുണ്ടോ അദ്ദേഹത്തെ? ഇല്ല, ഞാനല്ലേ ഇയാൾക്ക് ദാസേട്ടനെ പരിചയപ്പെടുത്തി കൊടുത്തത്. ഇപ്പോ കാണാൻ ചെന്നപ്പോ ദാസേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞത് ചിന്നു.
അതെ, അദ്ദേഹം പറയുന്നത് കേട്ടാൽ അറിയാം കൊലപാതക കുറ്റമൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ലെന്ന്. ചിന്നു കുടിക്കാൻ എന്തെങ്കിലും എടുത്തേ, നല്ല ദാഹം. താമ വാ, വെള്ളം വേഗം എടുക്ക്. കുഞ്ഞുങ്ങൾ എന്നെ വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. വിളിച്ചത് വേറൊന്നിനുമല്ല. ഇന്ന് വൈകിട്ട് നമുക്ക് ഇലവ് ദേശത്തേക്കൊന്ന് പോണം, പഴയ കൊട്ടാരത്തിലേക്ക്. ഇന്നോ? അതെ, ഇന്ന്. മനസ്സിലുള്ള സംശയങ്ങളെല്ലാം എത്രയും വേഗം തീർക്കണം. ആ സംശയങ്ങൾ ഇനിയും മനസ്സിൽ കൊണ്ടു നടന്ന ചിലപ്പോ സത്യമായതുപോലും സംശയത്തിന്റെ നിഴലിലായി പോകും. അതങ്ങനെ ആകാൻ പാടില്ല. ചിലപ്പോ തിരിച്ചറിയാതെ പോകുന്ന സത്യങ്ങളിൽ നമ്മളെ മൂടാനുള്ള സമ്പത്തുണ്ടാകും. ആ ഒരബദ്ധം സംഭവിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ എന്ത് പ്രായശ്ചിത്തം ചെയ്താലും അത് തിരികെ കിട്ടിയെന്ന് വരില്ല. നീ ഈ പറയുന്നതും കൊട്ടാരത്തിൽ പോകുന്നതും തമ്മിൽ എന്താ ബന്ധം? അതാ എനിക്ക് മനസ്സിലാവാത്തേ. കൊട്ടാരത്തിൽ പോണം എന്ന് ഞാൻ പറഞ്ഞത് വേറെ ചില കാര്യത്തിനാ. ശിവദാസൻ ആരോടെങ്കിലും പഴയ കഥകൾ പറഞ്ഞാൽ അതിൽ നമ്മളെ കൊടുക്കാനുള്ള എന്തെങ്കിലും തെളിവുകൾ ആ നാട്ടിലുണ്ടോ എന്നറിയണം. മറ്റൊന്ന്, ആ കൊട്ടാരത്തിനുള്ളിൽ അവിടെയുള്ള ആൾക്കാർക്ക് പോലും അറിയാത്ത പല അറകളും അവിടെ ജോലിക്ക് നിന്ന നമുക്കറിയാം. അവിടെ സ്വർണമായും വജ്രമായും പലതും ഇപ്പോഴും ഉണ്ടാകും. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഇന്ന് തന്നെ അങ്ങ് പോവാം. കുഞ്ഞുങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കണം. പിന്നെ നമുക്കെതിരായ പഴയ തെളിവുണ്ടെങ്കിൽ അത് നശിപ്പിക്കുകയും ചെയ്യാമല്ലോ. അതിനെല്ലാം പുറമെ നമ്മുടെ പഴയ കാലം നമുക്കൊന്ന് ഓർമ്മിക്കുകയും ചെയ്യാമല്ലോ. കൊട്ടാരവും മറ്റ് സ്ഥലങ്ങളും ഇപ്പോ ഏതവസ്ഥയിലാണെന്ന് നമുക്കറിയില്ല. നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് മറ്റാരെങ്കിലും കണ്ടാൽ അത് പ്രശ്നമാ. പ്രത്യേകിച്ചും ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോകുന്നത് അവിടെ.